അഹ്സാബ് സൂറത്തിലെ 18-ാമത്തെ വാക്യമാണ് ഇനി വായിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള തടസ്സവാദികളെയും തങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങളുടെ അടുത്തേക്ക് വരൂ എന്ന് പറയുന്നവരെയും അള്ളാഹു അറിയുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമല്ലാതെ അവർ യുദ്ധത്തിന് ചെല്ലുകയില്ല. 19. നിങ്ങൾക്കെതിരെ പിശുക്ക് കാണിക്കുന്നവരാവും അവർ. യുദ്ധഭയം വന്നാൽ അവർ നിന്നെ ഉറ്റുനോക്കുന്നതായി കാണാം. മരണവെപ്രാളം കാണിക്കുന്ന ഒരാളെപ്പോലെ അവരുടെ കണ്ണുകൾ കറങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ ഭയം നീങ്ങിയാലോ ധനത്തിൽ മോഹം പൂണ്ടവരായി മൂർച്ചയേറിയ നാവുമായി അവർ നിങ്ങളെ ആക്രമിക്കും. അത്തരക്കാർ സത്യവിശ്വാസികളല്ല. അതിനാൽ അള്ളാഹു അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമാക്കി. അള്ളാഹുവിനത് നിസ്സാരമാകുന്നു. ഖന്തക്ക് യുദ്ധത്തിൻ്റെ അവസാനം യുദ്ധം നടക്കാതെ പോവുകയും തൽക്കാലം രക്ഷപ്പെടുകയും ചെയ്ത സന്ദർഭത്തിൽ ആ യുദ്ധത്തിൽ മുഹമ്മദിന് സംശയമുണ്ടായിരുന്ന സ്വന്തം അനുയായികളെക്കുറിച്ചാണ് ഈ കുറ്റം പറയുന്നത്. യുദ്ധത്തിൽ വേണ്ടത്ര താല്പര്യം കാണിക്കാതിരിക്കുകയും യുദ്ധത്തിൽ നിന്ന് സ്വന്തക്കാരെ തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുകയും യുദ്ധമുന്നണിയിലേക്ക് മുന്നിട്ട് വരുന്നതിൽ അല്പം വൈമുഖ്യം കാണിക്കുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ടായിരുന്നു. അവർ മരണഭയം കൊണ്ട് വെപ്രാളം കാണിച്ചുവെന്നും അവരവരുടെ സ്വന്തക്കാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും അവർ വളരെ കുറച്ച് മാത്രമേ യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ അവർ ശരിയായ വിശ്വാസികളല്ല എന്നും അവർ ഇതുവരെ ചെയ്ത സൽക്കർമ്മങ്ങൾക്കൊന്നും ഇനി പുണ്യം ലഭിക്കുകയില്ല, ഫലം ലഭിക്കുകയില്ല, അതെല്ലാം അള്ളാഹു ബാത്തിലാക്കി കളഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനുയായികളിൽ ഒരു വിഭാഗത്തെ ചീത്ത പറയുന്നതും കുറ്റപ്പെടുത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമാണ് ഇത് രംഗം. മദീനക്കാരായ ആളുകളിൽ വലിയൊരു വിഭാഗം മുഹമ്മദ് നടത്തുന്ന യുദ്ധങ്ങളോടും അക്രമങ്ങളോടും കൊള്ളകളോടും താല്പര്യമില്ലാത്തവരായിരുന്നു, സമാധാനപ്രിയരായിരുന്നു. അവരെ യുദ്ധമുന്നണിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ശത്രുത ഇല്ലാതിരുന്ന ജൂതന്മാരെ അവരുടെ ശത്രുക്കളാക്കി മാറ്റുന്നതിനും വേണ്ടി ഒരുപാട് കുതന്ത്രങ്ങൾ പ്രയോഗിച്ച മുഹമ്മദ് അതിലൊന്നും വീഴാതെ സ്വന്തം ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ടും അവർക്ക് വിശ്വാസത്തിൻ്റെ പേരിൽ അവർ ചെയ്ത ഒരു പ്രവൃത്തിക്കും ഒരു ഫലവും ലഭിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഭീഷണിപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയുമാണ് അള്ളാഹുവിൻ്റെ പേര്. അപ്പോൾ യുദ്ധം ചെയ്യുക എന്നതാണ് മുഹമ്മദിൻ്റെ കൂടെ കൂടിയവരുടെ പ്രധാനപ്പെട്ട കടമയെന്നും ബാക്കിയുള്ള കാര്യം കൊണ്ട് നിസ്കാരം കൊണ്ടും നോൽമ്പ് കൊണ്ടും ഹജ്ജ് കൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല എന്നും താൻ യുദ്ധത്തിന് വിളിക്കുമ്പോൾ ചാവാനൊരുങ്ങി കൂടെ വന്നോളണം എന്നുമുള്ള നിലപാടാണ് മദീനയിൽ ഇപ്പോൾ മുഹമ്മദിന് ഉള്ളത്. മക്കയിലും ആദ്യഘട്ടത്തിൽ മദീനയിലുമൊക്കെ മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഞാൻ മെസ്സേജുമായി വന്ന ഒരു പോസ്റ്റ്മാൻ മാത്രമാണ്. അള്ളാഹുവിൻ്റെ മെസ്സേജ് നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞു, എൻ്റെ ബാധ്യത തീർന്നു, ഇനി എനിക്ക് യാതൊരു ബാധ്യതയുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം, ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ യാതൊരു ബലപ്രയോഗവുമില്ല എന്നൊക്കെ ബടായി പറഞ്ഞ മുഹമ്മദ് യുദ്ധം മാത്രമാണ് അല്ലെങ്കിൽ കൊള്ള മാത്രമാണ് ഇനി മുസ്ലിമിൻ്റെ കടമ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ താല്പര്യമില്ലാത്തവരെ മുഴുവൻ അപരാധികളായിട്ട് കുറ്റപ്പെടുത്തുകയാണ്. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി എഴുതി വെച്ച കുറച്ച് വാക്യങ്ങൾ ഞാൻ വായിക്കാം. യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. അതിനാൽ അവർ യുദ്ധാവശ്യാർത്ഥം ഒന്നും ചെലവഴിക്കുന്നുമില്ല. എന്നാൽ സത്യവിശ്വാസികളായ ധീരന്മാർക്ക് ശത്രുക്കളോടുള്ള യുദ്ധത്തിലും അതുകാരണമായി ലഭ്യമാകുന്ന യുദ്ധാർജിത മുതലിലും പൂർണ്ണമായ പ്രതീക്ഷയാണുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ധാരാളം ചെലവഴിക്കുകയും അതിൻ്റെ ഇരട്ടി യുദ്ധാർജിത മുതലിലൂടെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സ്വന്തം മുതലുകളുടെ വിഷയത്തിൽ കപടവിശ്വാസികളുടെ അവസ്ഥ ഇതാണെങ്കിൽ യുദ്ധത്തിൽ തങ്ങളുടെ ശരീരം സമർപ്പിക്കാൻ അവർക്കൊരു താല്പര്യവും ഉണ്ടാവില്ലല്ലോ. എന്നാൽ ധീരന്മാരായ സത്യവിശ്വാസികൾ അള്ളാഹുവിൽ നിന്നുള്ള സഹായവും അതുകാരണമായുള്ള വിജയവും സുനിശ്ചിതമാക്കി കഴിഞ്ഞു. അവർ സർവശക്തിയോടെയും അചഞ്ചലമായ വിശ്വാസത്തോടെയും യുദ്ധത്തിലേക്ക് മുന്നിടുന്നു. യുദ്ധഭീതി നീങ്ങിയാൽ അവർ വാചാലരായി സത്യവിശ്വാസികളെ ആക്ഷേപിക്കും. നേടിയ വിജയത്തിൽ അവകാശവാദം ഉന്നയിക്കുക പോലും ചെയ്തേക്കും. നന്മ ചെയ്യാൻ കിട്ടിയ സന്ദർഭത്തിൽ നിന്നെല്ലാം അവർ ഒളിച്ചോടും. എന്നിട്ട് അതിൻ്റെ ഫലം അവകാശപ്പെടാൻ മുൻപന്തിയിൽ ഹാജരാവുകയും ചെയ്യും. നന്മ എന്താണ്? കൊള്ള, യുദ്ധം. നന്മയുടെ ഫലം എന്താണ്? കൊള്ള മുതൽ, യുദ്ധാർജിത മുതൽ. അപ്പോൾ ഈ മുതൽ കിട്ടാൻ, നന്മയുടെ ഫലം കൊയ്യാൻ അവർക്ക് താല്പര്യമുണ്ട്, പക്ഷെ നന്മ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. ഒരു മതം പഠിപ്പിക്കുന്ന നന്മയുടെ കോലമാണ് ഈ കാണുന്നത്.
അക്കൂട്ടർ വാസ്തവത്തിൽ സത്യവിശ്വാസം സ്വീകരിച്ചിട്ടില്ല. ബാഹ്യമായി വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല. അതുകൊണ്ട് തന്നെ അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അള്ളാഹു നിഷ്ഫലമാക്കി. ഇവിടെ മൗദൂദി ഇതിന് വ്യാഖ്യാനമായിട്ട് പറഞ്ഞത്, നിസ്കാരവും നോൽമ്പും ഹജ്ജും അതുപോലുള്ള പുണ്യകർമ്മങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ ഇസ്ലാമിന് വേണ്ടി ജിഹാദിനിറങ്ങിയില്ലെങ്കിൽ, വാളെടുത്ത് യുദ്ധത്തിനിറങ്ങിയില്ലെങ്കിൽ അയാൾ ചെയ്ത മറ്റെല്ലാ പുണ്യപ്രവർത്തികളും നിഷ്ഫലമായി പോകും എന്നാണ്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പുണ്യം കിട്ടുന്ന മറ്റു പുണ്യങ്ങൾക്കൊക്കെ സാധുത ഉണ്ടാവണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ടുന്ന കടമ യുദ്ധമാണ്, ജിഹാദാണ്. എന്നിട്ട് ആ ജിഹാദിൽ കിട്ടിയ മുതൽ കൊണ്ട് വേണം ഉപജീവനം കഴിക്കാൻ. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഉത്തമ മാതൃക. അടുത്ത വാക്യം 20. സഖ്യകക്ഷികൾ പോയിട്ടില്ലെന്നാണ് അവർ കരുതുന്നത്. സഖ്യകക്ഷികൾ ഇനിയും വരികയാണെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് വല്ല ഗ്രാമീണരുടെയും കൂടെ മരുഭൂവാസികളായി കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നാവും അവർ കൊതിക്കുക. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായാലും വളരെ കുറച്ചല്ലാതെ അവർ യുദ്ധം ചെയ്യില്ല. അപ്പോൾ ഈ കന്തക് യുദ്ധത്തിൽ കാറ്റും തണുപ്പും കാരണം, കിടങ്ങ് കാരണം യുദ്ധം നടക്കാതെ അവർ തിരിച്ചു പോയ സമയത്ത് ഈ കപടവിശ്വാസികളായ മുഹമ്മദ് ഇവിടെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ അവർ ഇനിയും തിരിച്ചു വരുമോ എന്ന് ഭയപ്പെടുകയും, അവർ തിരിച്ചു വന്നിട്ട് ഇനിയും അവരോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും ഭേദം നമുക്ക് വല്ല ബദവികളായിട്ട്, നാടോടികളായിട്ട് ഏതെങ്കിലും മരുഭൂമിയിൽ കൂടെ കറങ്ങി ജീവിച്ചാൽ മതി, ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് പോലും ഇവർ ചിന്തിച്ചു പോകും എന്നാണ്. ഇതിൽ നിന്നൊക്കെ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് മുഹമ്മദിൻ്റെ രാഷ്ട്രീയ ദൗത്യവും മുഹമ്മദ് എന്ത് പറഞ്ഞാണ് ആളെ കൂട്ടിയിരിക്കുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇവരെയൊക്കെ കൂടെ കൂട്ടിയത് മുഹമ്മദ് സമൃദ്ധമായ ഒരു ജീവിതം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന വാഗ്ദാനം ചെയ്തുകൊണ്ടാണ്. മറ്റുള്ളവരെ കൊള്ളയടിച്ച് ആ മുതൽ കൊണ്ട് സുഖസുന്ദരമായി ജീവിക്കാം എന്ന വാഗ്ദാനമാണ് മുഹമ്മദ് നൽകിയിരുന്നത്. എന്നാൽ ഈ യുദ്ധവും കൊള്ളയുന്ന അത്ര സുഖമുള്ള പരിപാടിയല്ല എന്നും അത് ജീവൻ വെച്ചിട്ടുള്ള കളിയാണെന്നും മനസ്സിലാക്കിയ ഒരുപാട് ആളുകൾ അതിൽ താല്പര്യമില്ലാതിരുന്നു. അങ്ങനെയുള്ള ആളുകളുടെ മനസ്സിൽ മുഹമ്മദിൻ്റെ ഈ സംഘത്തിൽ നിന്ന് വിട്ടുപോയാലും കുഴപ്പമില്ല, എവിടെയെങ്കിലും മരുഭൂമിയിൽ എവിടെയെങ്കിലും വല്ല നാടോടികളായി ജീവിച്ചാലും കുഴപ്പമില്ല, ഇത് വലിയ ഇടങ്ങാറാണ് എന്നവർ ചിന്തിച്ചിരുന്നു എന്നൊക്കെ മുഹമ്മദ് ഊഹിക്കുകയാണ്. എന്നിട്ട് ഊഹിച്ചിട്ട് അതൊക്കെ അള്ളാഹുവിൻ്റെ പേരിൽ അവരുടെ മേലിൽ കുറ്റമായിട്ട് പറയുകയാണ്. അവർ കപടവിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചീത്ത പറയുകയാണ്. അവരിനി യുദ്ധമുന്നണിയിൽ നിർബന്ധിതാവസ്ഥയിൽ ഉണ്ടായാൽ പോലും അവർ കാര്യമായിട്ടൊന്നും ചെയ്യൂല, വളരെ കുറച്ച് മാത്രം ചെയ്തിട്ട് തടി കഴിച്ചിലാക്കും എന്നൊക്കെയാണ് അവരെക്കുറിച്ച് കുറ്റം പറയുന്നത്. എന്നാൽ സത്യവിശ്വാസികൾ അങ്ങനെയല്ല. വിശ്വാസികൾ ചാവാൻ റെഡിയായിട്ട് മുന്നിലേക്ക് വരും. കാരണം അവർക്ക് ചത്തു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിൽ കിട്ടാനുള്ളതെല്ലാം കിട്ടും, കള്ളും പെണ്ണും കിട്ടും. അതല്ലെങ്കിലോ അവർക്ക് ഈ കൊള്ളയിൽ കിട്ടുന്ന മുതലിൽ നിന്ന് നല്ലൊരു പങ്കും കിട്ടും. അപ്പോൾ ജയിച്ചാലും ലാഭം, തോറ്റാലും പെരും ലാഭം. ഇതാണ് മുഹമ്മദിൻ്റെ സിദ്ധാന്തം. ആ സിദ്ധാന്തം അനുസരിച്ച് മുഹമ്മദിൻ്റെ കൂടെ കൂടിയ ആളുകളാണ് യുദ്ധത്തിൽ കാര്യമായി പങ്കെടുത്തിരുന്നത്. മദീനയിലെ ഒരുപാട് ആളുകൾക്ക് അതിനോടൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം മുഹമ്മദ് ആദ്യം മദീനക്കാരുമായി ഉണ്ടാക്കിയ ഉടമ്പടിയിൽ ഈ കൊള്ളയും ഇതുപോലുള്ള അക്രമങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് ഇതിൽ നിന്നൊക്കെ ഊഹിക്കാൻ. 21. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ ഉത്തമ മാതൃകയുണ്ട്. അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുകയും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്തവർക്ക്. ഇവിടെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ എന്ന് പറയുന്ന ഈ വാചകം എല്ലാ മതപ്രചാരകരും കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വാചകമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. അള്ളാഹുവിൻ്റെ ഈ റസൂല് ഏത് റസൂലാണ്? 1,24,000 പ്രവാചകന്മാരെ അയച്ചിട്ട് ആ ദൗത്യമെല്ലാം 100% പരാജയപ്പെട്ടതിന് ശേഷം ഒടുക്കത്തെ ദൂതനായിട്ട് ലോകാവസാനം വരേക്ക് അയച്ച ദൂതനാണ്. ഇനിയൊരു ദൂതൻ വരാനില്ല. ആ ദൂതൻ്റെ ജീവിതവും പ്രവൃത്തികളും നിങ്ങൾക്ക് ഉത്തമ മാതൃകയാണ് എന്നാണ് ഖുർആനിൽ എഴുതി വച്ചിട്ടുള്ളത്. ഈ അധ്യായത്തിൽ തന്നെ ഇയാളുടെ മാതൃക നിങ്ങൾക്ക് സ്വീകരിക്കാൻ പാടില്ല എന്ന നേരെ വിരുദ്ധമായ ആശയവും വരുന്നുണ്ട്. ഇനി എന്താണ് ഈ ഉത്തമ മാതൃക? ഉഹുദ് യുദ്ധത്തിൽ നമ്മൾ കണ്ടു. ഇയാളുടെ ഉത്തമ മാതൃക എന്തായിരുന്നു? ഇയാൾ മറ്റുള്ളവരോട് എന്താണ് പറഞ്ഞത്? നിങ്ങളെല്ലാവരും ഓടി വരൂ, എൻ്റെ ചുറ്റും നിൽക്കൂ, എന്നെ രക്ഷിക്കൂ, എൻ്റെ ജീവൻ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളെയാണ് ഉഹുദ് യുദ്ധത്തിൽ മുഹമ്മദ് കൊലക്ക് കൊടുത്തത്. സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അനുയായികളെ
കൊലക്ക് കൊടുക്കുകയായിരുന്നു മുഹമ്മദ്. എന്നിട്ട് ഉളുപ്പില്ലാതെ മുഹമ്മദ് അത് വിളിച്ചു പറയുകയും ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കേണ്ടത് എൻ്റെ ജീവനെയാണ്. നിങ്ങൾ സ്വന്തം ജീവിതത്തെക്കാളും നിങ്ങൾ സ്വന്തം ഭാര്യ, മക്കൾ, അമ്മ, പാപ്പന്മാർ തുടങ്ങിയവരെക്കാളും ഒക്കെ നിങ്ങൾ സ്നേഹിക്കേണ്ടതും പരിഗണിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും എന്നെയാണ് എന്ന് പറഞ്ഞ ഒരു നേതാവ് ഉത്തമ മാതൃകയാണത്രേ. ലോകത്ത് ഇതുപോലെ ഒരു ചീഞ്ഞ മാതൃക വേറെ ആരും കാണിച്ചിട്ടില്ല. നേതാവ് അനുയായികളെ കൊലക്ക് കൊടുക്കുക എന്നിട്ട് സ്വന്തം ജീവൻ രക്ഷിക്കുകയല്ല വേണ്ടത്. ശരിയായ നേതാവ്, മാതൃകാ നേതാവാണെങ്കിൽ മുന്നിൽ നിന്നുകൊണ്ട് സ്വയം മരിക്കാൻ തയ്യാറാവുകയും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. എന്നെ നിങ്ങൾ സ്നേഹിക്കൂ, എന്നെ മാത്രം സ്നേഹിക്കൂ, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കരുത് എന്ന് ഉളുപ്പുള്ള ഒരു നേതാവും പറയില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഒരു കാര്യത്തിലും ഉത്തമ മാതൃകയാണ് എന്ന് പറയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മളിവിടെ വായിച്ചു, മുഹമ്മദ് മദീനയിൽ ഉപജീവന മാർഗമായിട്ട് മാതൃക കാണിച്ചു കൊടുത്തത് ഇത് ലോകാവസാനം വരേക്കുള്ള മുഴുവൻ മനുഷ്യർക്കും ഉള്ള മാതൃകയാണെങ്കിൽ മനുഷ്യർ ജീവിക്കേണ്ടത് മറ്റുള്ളവരെ കൊള്ളയടിച്ചിട്ടാണ് എന്ന് പറയേണ്ടി വരും. മദീനയിൽ മുഹമ്മദിൻ്റെ അനുയായികളും ഉപജീവന മാർഗമായി സ്വീകരിച്ചത് കൃഷിയോ അതല്ലെങ്കിൽ കുടിൽ വ്യവസായമോ കച്ചവടമോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഏർപ്പാടോ അല്ല. മറ്റുള്ളവരെ, മറ്റു ഗോത്രക്കാരെ അവർ ഈ മതം വിശ്വസിച്ചില്ല എന്ന ഒരു കാരണം ആരോപിച്ചു കൊണ്ടുപോയി ആക്രമിച്ച് അവരുടെ സ്വത്തുക്കൾ മുഴുവൻ പിടിച്ചെടുത്ത് ആ സ്വത്തുക്കൾ ഓഹരി വെച്ചുകൊണ്ട് അത് പുട്ടടിച്ചുകൊണ്ടാണ് മുഹമ്മദിൻ്റെ അനുയായികളും 10 കൊല്ലം മദീനയിൽ ഉത്തമ മാതൃകാ ജീവിതം നയിച്ചത്. മുഹമ്മദിൻ്റെ എല്ലാ ചെയ്തികളും ഉത്തമ മാതൃകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും നല്ല തൊഴിലെന്താണ്? മറ്റുള്ളവരെ കൊള്ളയടിച്ചിട്ട് ആ മുതൽ പുട്ടടിക്കുകയാണ് ഏറ്റവും ഉത്തമ മാതൃക എന്ന് കരുതേണ്ടി വരും. മുഹമ്മദ് ഉത്തമ മാതൃകയാണെങ്കിൽ മനുഷ്യന് ഏറ്റവും മാതൃകയായിട്ടുള്ള പ്രവർത്തനം എന്താണ്? കൊള്ളയും യുദ്ധവും അക്രമവും കൂട്ടക്കൊലയുമായിരിക്കും. കാരണം മുഹമ്മദ് സമാധാനത്തിൻ്റെ ഒരു മതമല്ല അറേബ്യയിൽ ഉണ്ടാക്കിയത്. മുഹമ്മദിൻ്റെ അള്ളാഹു സമാധാനത്തോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല പറഞ്ഞു കൊടുക്കുന്നത്. യുദ്ധത്തിൽ പിന്തിരിഞ്ഞ് ഓടുന്നതാണ് ഏറ്റവും വലിയ തിന്മ എന്ന അസംബന്ധമാണ് ഈ ഖുർആനിൽ എഴുതി വച്ചിട്ടുള്ളത്. അതാണ് ഇസ്ലാം മതത്തിൻ്റെ നിയമമായി എഴുതി വച്ചിട്ടുള്ളത്. 7 വൻ പാപങ്ങളിൽ ഒരു പാപമാണ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകൽ. നമ്മളൊക്കെ ഇന്ന് വിശ്വസിക്കുന്നത് മനുഷ്യൻ ചെയ്യുന്ന എത്ര പാപമുണ്ടോ അതിൽ ഒന്നാമത്തെ പാപമാണ് മനുഷ്യനെ ഹിംസിക്കുക, ആക്രമിക്കുക, യുദ്ധം ചെയ്യുക എന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. എല്ലാ ജീവികളും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. ഒരു ജീവിയും മറ്റു ജീവികളാൽ കൊല്ലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. മനുഷ്യനും അങ്ങനെ തന്നെയാണ്. പക്ഷെ മനുഷ്യനാൽ കൊല്ലപ്പെടുമ്പോൾ കൊല്ലുന്നവരുടെ കൂടെ നിന്നുകൊണ്ട് ഒരു ദൈവം കൊല്ലാൻ കൂടാത്തവരെ ചീത്ത പറയുന്ന അസംബന്ധമാണ് നമ്മളിവിടെ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മാതൃകയാണത്രേ. ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ഉത്തമ മാതൃകയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാര് കൊണ്ടുവന്ന മാതൃകയാണ് എന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ചാൽ അറിയാം. ഇതൊക്കെ സ്നേഹനിധിയും കരുണാമയനും സർവജ്ഞാനിയും സർവശക്തനും കുൻ പറഞ്ഞാൽ എന്തും സാധ്യമാവുകയും ചെയ്യുന്ന മഹാശക്തനുമൊക്കെ ആയ ഒരു ദൈവം മനുഷ്യരോട് പറയേണ്ട വാചകങ്ങളാണോ എന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് ചിന്തിച്ച് നോക്കാം. ദൂതൻ്റെ മാതൃക മറ്റുള്ളവർ സ്വീകരിക്കരുത് എന്ന് ഇതേ ദൈവം നമ്മളോട് ആജ്ഞാപിക്കുന്ന കോമഡിയും വൈരുദ്ധ്യവും ഇവിടെ തന്നെ നമുക്ക് കാണാം. അവിടെ വെച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ ഉത്തമ മാതൃകയെക്കുറിച്ച് സംസാരിക്കാം. 22 സത്യവിശ്വാസികൾ സഖ്യകക്ഷികളെ കണ്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞു: ഇത് അള്ളാഹുവും അവൻ്റെ ദൂതനും ഞങ്ങളോട് വാഗ്ദാനം ചെയ്തതാകുന്നു. അള്ളാഹുവും അവൻ്റെ ദൂതനും സത്യമാണ് പറഞ്ഞത്. അതവർക്ക് വിശ്വാസവും അർപ്പണവും വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ മുഹമ്മദിൻ്റെ കൂടെ ചാവേറുകളായി സ്വയം സമർപ്പിതരായി കൂടിയ വിശ്വാസികൾ കുറച്ച് പേരുണ്ടായിരുന്നു. അവർ വലിയൊരു സൈന്യം അപ്പുറത്ത് വന്ന് നിരന്നപ്പോഴും അള്ളാഹു ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതാണിത് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിൽ വിശ്വസിക്കുകയും യുദ്ധരംഗത്ത് അടിയുറച്ച് നിൽക്കുകയും ചാവേറുകളായി പോയി വെട്ടുകൊണ്ട് മരിക്കുകയും ചെയ്തു എല്ലാ യുദ്ധങ്ങളിലും. അങ്ങനെ മരിച്ചവരവിടെ പോയി സ്വർഗത്തിൽ പോയിട്ട് അവർക്ക് കിട്ടിയ നേട്ടങ്ങൾ മുഹമ്മദിനെ അറിയിച്ചു എന്നും മുഹമ്മദ് അത് നാട്ടുകാരെ അറിയിച്ചു എന്നൊക്കെ പറയുന്ന കോമഡികളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിവരിക്കുകയുണ്ടായി. ഇങ്ങനെ യുദ്ധത്തിൽ പോയിട്ട് മരിക്കുന്നവരുടെ പുണ്യവും യുദ്ധത്തിന് മടിച്ചു നിൽക്കുന്നവർ അവർക്ക് അതുവരെ അവർ ചെയ്തിട്ടുള്ള എല്ലാ പുണ്യപ്രവൃത്തികളുടെയും നന്മയുടെയും ഫലം നഷ്ടപ്പെടുന്നതുമൊക്കെ വളരെ കണിശമായി ഇതിനകത്ത് വിശദീകരിച്ചു പോയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, യുദ്ധരംഗത്ത് ധീരമായി പൊരുതി ഷഹീദായ ആളുകളുടെ ഒരുപാട് സംഭവ വിവരണങ്ങളിലൂടെ മനുഷ്യരെ
ഈ അക്രമത്തിനും സ്വയം ചാവേറുകളാവുന്നതിനും വേണ്ടി പിരികയറ്റുകയാണ് ഈ ഖുർആൻ്റെ വ്യാഖ്യാതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 23. സത്യവിശ്വാസികളിൽ ചില പുരുഷന്മാരുണ്ട്, ഏതൊരു കാര്യത്തിൽ അവർ അള്ളാഹുവോട് ഉടമ്പടി ചെയ്തുവോ അതിനോടവർ സത്യസന്ധത പുലർത്തി. അങ്ങനെ ചിലർ തങ്ങളുടെ പ്രതിജ്ഞ നിറവേറ്റി, ചിലർ ഇനിയും കാത്തിരിക്കുന്നു, ഒരിക്കലും അവർ ഉടമ്പടി മാറ്റിയുമില്ല. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് അള്ളാഹുവിനോടുള്ള ഉടമ്പടി നിറവേറ്റി എന്ന് പറയുന്നവർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് ഷഹീദായവരാണ്, മരിച്ചവരാണ്. ഇനിയും അങ്ങനെ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട് എന്നാണ് ഈ പറയുന്നത്. അള്ളാഹുവിന് വേണ്ടി ചാവുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് വിചാരിച്ചുകൊണ്ട് യുദ്ധമുന്നണിയിൽ നേരിട്ടിറങ്ങി ചാവേറുകളായി ഷഹീദായി പോയവരെക്കുറിച്ചും അങ്ങനെ ഷഹീദാവാൻ ആഗ്രഹിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നവരെക്കുറിച്ചും പറഞ്ഞാണ് അതിന് താല്പര്യമില്ലാത്തവരെ കുറ്റപ്പെടുത്തുന്നത്. ഇതൊക്കെ മുഹമ്മദ് താൻ ചെയ്തുകൊണ്ടിരുന്ന അക്രമങ്ങൾക്കും കൊള്ളകൾക്കും ആളെ കൂടെ കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ച മനഃശാസ്ത്രപരമായ കുതന്ത്രങ്ങളായിരുന്നു. ഒരു വിശ്വാസം അടിച്ചേൽപ്പിച്ചുകൊണ്ട് യുദ്ധത്തിൽ മരിച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് സ്വർഗം, യുദ്ധത്തിൽ ജയിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്വത്ത്, ഈ 2 ഓഫറുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അനുയായികളെ അക്രമോത്സുകരാക്കി മാറ്റുക എന്ന തന്ത്രമായിരുന്നു മുഹമ്മദ് പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന് മുഹമ്മദ് അള്ളാഹു എന്ന ഈ തോൽപ്പാവയെ ആവശ്യത്തിലധികം ഉപയോഗിച്ചു. 24. സത്യവാന്മാർക്ക് തങ്ങളുടെ സത്യസന്ധതയ്ക്കുള്ള പ്രതിഫലം അള്ളാഹു നൽകാനും താൻ ഉദ്ദേശിച്ചാൽ കപടവിശ്വാസികളെ ശിക്ഷിക്കുകയോ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയോ ചെയ്യാനുമാണിത്. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇവിടെ കപടവിശ്വാസികൾക്ക് 2 ഓഫർ കൊടുക്കുകയാണ്. ഒന്ന്, അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് പുറത്തു തരും, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും. അപ്പോൾ ഈ ഉദ്ദേശിച്ചാൽ പുറത്തു തരും എന്നുള്ള ഒരു ഓഫറും കൂടെ അതിൻ്റെ കൂടെ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കപടവിശ്വാസികളായ ആളുകളെ മുഹമ്മദിന് ഇനിയും ആവശ്യമുണ്ട്, അടുത്ത യുദ്ധത്തിനും വരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അവരെ പറ്റി അങ്ങ് തള്ളി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഓപ്ഷൻ അവരുടെ മുമ്പിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് പുറത്തു വരും, ഇല്ലെങ്കിലും നിങ്ങളെ കാര്യം കട്ടപ്പുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂടെ നിർത്താനുള്ള ശ്രമമാണ്. അല്ലാതെ അവരെ മുഴുവൻ ആട്ടി ഓടിക്കുന്നില്ല. കപടവിശ്വാസികളെ നിങ്ങളെ പാട് നോക്കി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഓടിക്കുന്നില്ല. കാരണം മുഹമ്മദിന് ഈ മനുഷ്യരെ വീണ്ടും ആവശ്യമുണ്ട്. 25. സത്യനിഷേധികളെ അവരുടെ ഈർഷ്യയോടെ തന്നെ അള്ളാഹു തിരിച്ചയച്ചു. ഒരു നേട്ടവും അവർ നേടിയില്ല. സത്യവിശ്വാസികൾക്ക് അള്ളാഹു യുദ്ധത്തിൻ്റെ ആവശ്യം ഇല്ലാതാക്കി. ശക്തനും പ്രതാപിയുമാണല്ലോ അള്ളാഹു. അള്ളാഹുവിൻ്റെ ശക്തി കൊണ്ടല്ല ഈ കന്ദക്ക് യുദ്ധം നടക്കാതെ പോയത്, സൽമാൻ്റെ ബുദ്ധി കൊണ്ടാണ്. പേർഷ്യക്കാരിൽ നിന്ന് സൽമാൻ പഠിച്ച ഒരു പാഠം ഇവിടെ പ്രാവർത്തികമാക്കുകയും മദീനയിലേക്ക് കടക്കാൻ പറ്റാത്ത വിധത്തിൽ വലിയൊരു കിടങ്ങ് കുഴിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കുകയും ചെയ്തതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. പിന്നെ കാലാവസ്ഥ മോശമായതുകൊണ്ട് 1 മാസത്തോളം ഉപരോധിച്ചതിന് ശേഷം അവരുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളവും ഭക്ഷണമൊക്കെ തീർന്ന സമയത്ത് തണുപ്പ് സഹിക്കാൻ വയ്യാതായപ്പോൾ ശീതക്കാറ്റ് വന്നടിക്കാൻ തുടങ്ങിയപ്പോൾ അവർ എന്നാൽ ഇനി നമ്മൾ പോവുകയെന്ന് പറഞ്ഞ് തിരിച്ചുപോയി. അതാണ് ഇവിടെ അള്ളാഹുവിൻ്റെ സഹായമായിട്ട് 8 കാലി മമ്മൂഞ്ഞ് ചമഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നത്. ഇവിടെ അള്ളാഹു അല്ല ഈ വിജയത്തിന് കാരണക്കാരൻ സൽമാനാണ്. സൽമാൻ്റെ ഐഡിയ അനുസരിച്ച് 1 മാസത്തോളം കഷ്ടപ്പെട്ട് അത്രയും വലിയൊരു കിടങ്ങ് കുഴിച്ച ആയിരക്കണക്കിന് അനുയായികളുടെ കഠിനാധ്വാനമാണ് മുഹമ്മദിനെ രക്ഷപ്പെടുത്തിയത്. അള്ളാഹു മലക്കുകളും ജിബ്രീലും ഈ പറയുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനായിരുന്നു ആ കഷ്ടപ്പാട് മുഴുവൻ അവരനുഭവിച്ചത്? എന്തിനായിരുന്നു 1 മാസത്തോളം അവർ ഈ വേദന അനുഭവിച്ചത്? അള്ളാഹു ഒരൊറ്റ കുൻ പറഞ്ഞു കണ്ട് അവരെ മുഴുവൻ അങ്ങ് ഭസ്മമാക്കിയാൽ പോരായിരുന്നല്ലോ. അങ്ങനെയുള്ള അത്ഭുതമൊന്നും അള്ളാഹ് കാണിക്കില്ല. സാധാരണ ഗോത്രങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങൾ, ഭൂമിയിൽ നടക്കുന്ന കാലാവസ്ഥാ വ്യത്യാസങ്ങൾ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് അസാധാരണമായ യാതൊന്നും ഒരു യുദ്ധത്തിലും ഒരു സംഭവങ്ങളിലും ഉണ്ടായിട്ടില്ല. പക്ഷേ സാധാരണ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇതുപോലെ വന്നിട്ട് അള്ളാഹു ഏറ്റെടുത്തിട്ട് അള്ളാഹുവിൻ്റെതാക്കി മാറ്റും. തോറ്റു തുന്നം പാടിയാൽ അള്ളാഹു നിങ്ങളെ പരീക്ഷിച്ചതാണ്, അള്ളാഹുവിന് ചില കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു സ്വയം പരിഹാസ്യനാവുകയും ചെയ്യും. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമാണ്. ചിന്തിക്കാത്ത വിശ്വാസികൾക്ക് ഇതൊക്കെ കമഴ്ന്നടിച്ച് വെട്ടി വിഴുങ്ങുകയും ചെയ്യാം. ഇസ്ലാമിനു വേണ്ടി സർവ്വവും ബലിയർപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരായ സത്യവിശ്വാസികൾ ആ കരാർ പൂർണ്ണമായും നിറവേറ്റിയതിനെ സംബന്ധിച്ചാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. നെളറ് എന്ന വാക്കിന് നേർച്ച എന്നാണ് അർത്ഥം. രക്തസാക്ഷിയാകാൻ അവസരം പാർത്ത് അതിന് സന്നദ്ധരായി കഴിയുന്നവരെ ഉദ്ദേശിച്ചാണ് ചിലർ ഇനിയും കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞത്. അവർ തങ്ങളുടെ കരാറിന് മാറ്റം വരുത്തിയിട്ടില്ല. എന്നാൽ കപടവിശ്വാസികൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയില്ല എന്ന് കരാർ ചെയ്തിരുന്നെങ്കിലും യുദ്ധം ആസന്നമായപ്പോൾ പിന്തിരിഞ്ഞോടി. എന്നാൽ സത്യവിശ്വാസികൾ തങ്ങൾ ചെയ്ത ശപഥങ്ങൾ പാലിച്ചു. ഉഹുദ് യുദ്ധത്തിൽ ആദ്യം പിന്തിരിഞ്ഞോടിയത്
ഈ നബി തന്നെയാണ്. ഈ ഉസ്വത്തുൻ ഹസനത്തുൻ എന്ന് പറഞ്ഞ ഉത്തമ മാതൃക എന്ന് പറഞ്ഞ നബി തന്നെ ഉഹുദ് യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞ് ഉഹുദ് മലയുടെ മുകളിലേക്ക് ഓടിപ്പോയി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ കഥയിൽ വായിച്ചതാണ്. അള്ളാഹുവുമായിട്ട് വാഗ്ദാനം ചെയ്തു എന്ന് പറയുന്ന അള്ളാഹു വാഗ്ദാനം ലംഘിച്ച് ആദ്യം തടിയെടുത്തതും ഉഹുദ് യുദ്ധത്തിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഒരു വാഗ്ദാനം കരാറ് എന്നൊക്കെ പറഞ്ഞാൽ അത് വൺ വേ ട്രാഫിക് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാലിക്കണമല്ലോ. അള്ളാഹു അതൊന്നും പാലിക്കാതെ തടിയെടുത്താൽ പിന്നെ നാട്ടുകാരത് പാലിക്കണം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? മുഹമ്മദ് അത് പാലിക്കാതെ പിന്തിരിഞ്ഞോടിയിട്ട് പിന്നെ മറ്റുള്ളവർ പിന്തിരിഞ്ഞോടിയ ഓൽക്ക് നരകം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? 26 അവർക്ക് പിന്തുണ നൽകിയ വേദക്കാരെ അവരുടെ കോട്ടകളിൽ നിന്ന് ഇറക്കി വിടുകയും അവരുടെ ഹൃദയങ്ങളിൽ അവൻ ഭയം വിട്ടുകൊടുക്കുകയും ചെയ്തു. അവരിൽ ഒരു വിഭാഗത്തെ നിങ്ങളതാ കൊല്ലുന്നു, ഒരു വിഭാഗത്തെ തടവിലാക്കുന്നു. 27 അവരുടെ ഭൂമിയും വീടുകളും സ്വത്തുക്കളും നിങ്ങൾ കാലുകുത്തിയിട്ടില്ലാത്ത ഒരു ഭൂപ്രദേശവും നിങ്ങൾക്ക് അവൻ അവകാശപ്പെടുത്തി തരികയും ചെയ്തു. അള്ളാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാകുന്നു. ഈ 2 വാക്യങ്ങൾ കന്ദക്ക് യുദ്ധം അവസാനിച്ച സമയത്ത് നടത്തിയ ഇസ്ലാം ചരിത്രത്തിലെ ഏറ്റവും കൊടും ക്രൂരമായ കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞതാണ്. ആ കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ കൂട്ടക്കൊല നടത്തിക്കഴിഞ്ഞതിന് ശേഷമോ മുഹമ്മദിൻ്റെ വായിലൂടെ അവതരിപ്പിച്ച അങ്ങേയറ്റം നികൃഷ്ടമായ 2 വചനങ്ങളാണ് ഞാൻ ഈ വായിച്ചത്. ഇവിടെ ബനു ഖുറൈള ഗോത്രക്കാർ മദീനയിൽ തന്നെ ഉണ്ടായിരുന്നവരാണ്. ഈ കന്ദക്ക് കുഴിച്ച് പ്രതിരോധിക്കുമ്പോൾ ഇവരുടെ തൊട്ട് പുറകിൽ വളരെ അകലത്തല്ലാതെ ഈ ഗോത്രം അവിടെ ഉണ്ടായിരുന്നു. ആ ഗോത്രക്കാരെ ഈ കന്ദക്ക് കഴിഞ്ഞ ഉടനെ മുഹമ്മദും സംഘവും പോയിട്ട് വളയുകയാണ്. അങ്ങനെ 1 മാസത്തോളം അവരെ ഉപരോധിച്ചു. അവർ സമ്പൂർണ്ണമായി കീഴടങ്ങി. അതിനുശേഷം അവരെ മുഴുവൻ പിടിച്ചുകൊണ്ടെന്ന് വലിയൊരു കിടങ്ങ് കീറി അതിനകത്തേക്ക് വെട്ടിയരിഞ്ഞിട്ടു. ഇതാണ് ബനു ഖുറൈള എന്ന് പറയുന്ന ജിനോസൈഡിൻ്റെ കഥ. ഇവിടെ അള്ളാഹു ഒരു ഉളുപ്പുമില്ലാതെ പറയാണ്, ആ വേദക്കാരെ അവരുടെ കോട്ടകളിൽ നിന്ന് ഇറക്കി വിടുകയും അവരുടെ ഹൃദയങ്ങളിൽ അവർ ഭയമിട്ട് കൊടുക്കുകയും ചെയ്തു. അവരിൽ ഒരു വിഭാഗത്തെ നിങ്ങളതാ കൊല്ലുന്നു, ഒരു വിഭാഗത്തെ തടവിലാക്കുന്നു. പ്രപഞ്ച സൃഷ്ടാവായ ഒരു ദൈവം തൻ്റെ സൃഷ്ടികളായ നിസ്സാര മനുഷ്യരെ നോക്കിയിട്ട് ഒരു ഉളുപ്പില്ലാതെ പറയുകയാണ്, നിങ്ങളതാ കൊല്ലുന്നു, നിങ്ങളതാ ഇറക്കി വിടുന്നു. പിന്നെ അവരുടെ ഭൂമിയും വീടുകളും സ്വത്തുക്കളും നിങ്ങൾ കാലുകുത്തിയിട്ടില്ലാത്ത ഭൂപ്രദേശങ്ങളും നിങ്ങൾക്കവൻ അവകാശപ്പെടുത്തി തരികയും ചെയ്തു. അപ്പോൾ അവരുടെ സ്വത്തും മുതലും അവരുടെ പെണ്ണുങ്ങളെയും കുട്ടികളെയും അവരുടെ ഭൂമിയൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നേടിത്തന്നു. അപ്പോൾ ആരാണ് കൊള്ള നടത്തിയത്? അള്ളാഹുവാണ് കൊള്ള നടത്തിയത്. ആരാണ് കൂട്ടക്കൊല നടത്തിയത്? അള്ളാഹുവാണ് കൂട്ടക്കൊല നടത്തിയത്. ബനു ഖുറൈള എന്ന ഈ സംഭവം ഇസ്ലാം ചരിത്രത്തിലെ ഏറ്റവും രക്തപങ്കിലമായ, ഏറ്റവും കൊടും ക്രൂരമായ, മുഹമ്മദ് ഒരു പൈശാചിക ദൂതൻ മാത്രമായിരുന്നു എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരെയും ബോധ്യപ്പെടുത്തുന്ന ആ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രകാരന്മാർ തന്നെ ഒരു ഉളുപ്പുമില്ലാതെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് പ്രസക്തമായ ഏതാനും ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം എന്ന പേരിൽ മലയാളത്തിൽ ഇവിടെ അച്ചടിച്ച് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ബനു ഖുറൈള യുദ്ധം. ഹിജ്റാബ്ദം 5-ാം കൊല്ലം ദുൽഖഅദ് മാസം 23-ാം തീയതി ബുധനാഴ്ച ഖന്ദക്ക് യുദ്ധം അവസാനിച്ച അന്നു തന്നെ ബനു ഖുറൈളക്കാരുടെ നേരെ തിരുമേനിയും സഹാബികളും യുദ്ധത്തിന് പുറപ്പെട്ടു. ജിബ്രീൽ തിരുമേനിയോട് ബനു ഖുറൈള ഗോത്രക്കാരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെടാൻ അള്ളാഹു താങ്കളോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചു. അപ്പോൾ ആരാണ് യുദ്ധത്തിന് പുറപ്പെടുന്നത്? മുഹമ്മദ് സ്വന്തം ഇഷ്ടത്തിനാണ് പോയതല്ല, ജിബ്രീൽ പോകാൻ പറഞ്ഞിട്ട് പോയതാണ്. ജിബ്രീൽ വെറുതെ പറയില്ലല്ലോ, അള്ളാഹു പറഞ്ഞയച്ചിട്ട്. അപ്പോൾ കന്ദക്ക് കഴിഞ്ഞ ഉടനെ ബനു ഖുറൈളക്കാരെ പോയി ആക്രമിച്ചോ എന്ന് ആജ്ഞ നൽകുന്നത് അള്ളാഹുവാണ്. അലിയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട മുന്നോടി സൈന്യം ബനു ഖുറൈളക്കാരുടെ കോട്ടക്കകത്തെത്തി കോട്ടയുടെ അടിത്തറക്കടുത്ത് കൊടിനാട്ടി. ആ സംഘത്തിൽ അൻസാറുകളും മുഹാജിറുകളും ഉണ്ടായിരുന്നു. മുസ്ലിം സേനയെ കണ്ടപ്പോൾ യഹൂദികൾ കോട്ടയുടെ വാതിൽ പൂട്ടി മാളികയിൽ കയറിയിരുന്നു കൊണ്ട് തിരുമേനിയെക്കുറിച്ച് അസഭ്യങ്ങൾ പുലമ്പി. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ വാളുകൾ തീരുമാനമുണ്ടാക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഹാബികൾ അക്ഷോഭ്യരായി വർത്തിച്ചു. അപ്പോഴേക്കും തിരുമേനിയും സേനയും അകലെ നിന്ന് വരുന്നതായി അവർ കണ്ടു. തിരുമേനി ബനു ഖുറൈളക്കാരുടെ കോട്ടക്കടുത്തെത്തി. ഹേ കുരങ്ങിൻ്റെ വംശമേ, അള്ളാഹു നിങ്ങളെ അപമാനിച്ചില്ലേ എന്ന് തിരുമേനി അവരോട് വിളിച്ചു ചോദിച്ചു. ഉസ്വത്തുൻ ഹസനത്ത്, ഉത്തമ മാതൃക. കേട്ടില്ലേ? ഉത്തമ മാതൃകയുടെ വായിൽ നിന്ന് വരുന്ന
തെറിയാണ് കേട്ടത്. കുരങ്ങിൻ്റെ വംശമേ, അള്ളാഹു നിങ്ങളെ അപമാനിച്ചില്ലേ എന്ന് തിരുമേനി അവരോട് വിളിച്ചു ചോദിച്ചു. ആരാണ് അപമാനിച്ചത്? നിരപരാധികളായ നിസ്സഹായരായ മനുഷ്യരെ പോയിട്ട് കോട്ട വളഞ്ഞിട്ട് അവരോട് വിളിച്ചു പറയാണ്, കുരങ്ങിൻ്റെ സന്തതികളെ, നിങ്ങളെ അള്ളാഹു അപമാനിച്ചു എന്ന്. യാ അബുൽ ഖാസിം, താങ്കൾ അറിവില്ലാത്ത ആളല്ലല്ലോ എന്ന് അവർ മറുപടി പറഞ്ഞു. അവരുടെ മറുപടി നോക്കുക. ഉത്തമ മാതൃകയായ നബി തിരുമേനി അങ്ങോട്ട് പറയുന്നതും മറുപടിയായി അവരിങ്ങോട്ട് പറയുന്നതും താരതമ്യം ചെയ്ത് നോക്കുക. ആരാണ് ഉത്തമ മാതൃക, ആരാണ് സംസ്കാരമുള്ളവർ എന്ന് അപ്പം മനസ്സിലാവും. തിരുമേനി ബനു ഖുറൈലക്കാരിൽ പ്രമാണികളായ വ്യക്തികളുടെ പേരുകൾ വിളിച്ചുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു: കുരങ്ങിൻ്റെയും പന്നിയുടെയും വംശക്കാരെ, നിങ്ങൾ എന്നെ പുലഭ്യം പറഞ്ഞുവോ? പിശാചിനെ ആരാധിക്കുന്നവരെ, നിങ്ങളെ അള്ളാഹു ശിക്ഷിച്ചില്ലേ? ഞങ്ങൾ താങ്കളെ ദുഷിച്ചുകൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അവർ ആണയിട്ടു. ഇത് കേട്ടപ്പോൾ ഉസൈദ് ബിൻ ഹദീർ പറഞ്ഞു: അള്ളാഹുവിൻ്റെ ശത്രുക്കളെ, മടയിൽ കുടുങ്ങിയ കൂരനെ പോലെ നിങ്ങൾ കോട്ടക്കകത്ത് കിടന്ന് ചത്തുകൊള്ളുക. ഇത് കേട്ടപ്പോൾ അവർ ഭയചകിതരായി മാറി. അവർ പറഞ്ഞു: യാ ഇബ്നു ഹദീർ, ഞങ്ങൾ നിങ്ങളുമായി ഉടമ്പടി ചെയ്തവരാണല്ലോ. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ യാതൊരു ഉടമ്പടിയുമില്ല എന്ന് അദ്ദേഹം അതിന് മറുപടി നൽകി. യഹൂദികളുടെ കോട്ടയെ 25 ദിവസക്കാലം മുസ്ലിം സേന ഉപരോധിച്ചു. കോട്ടയ്ക്കകത്ത് കെണിഞ്ഞ യഹൂദികൾ എല്ലാ നിലയിലും വിഷമിച്ചു. ഭയം അവരെ ഗ്രസിച്ചു. ഖന്തക്ക് യുദ്ധത്തിന് വിത്തിറക്കിയ ഹുയയ് ഇബ്നു അഖ്തബും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഖന്തക്ക് യുദ്ധത്തിൽ നിന്ന് ഓടിയ മുസ്ലിം ശത്രു ബനു ഖുറൈലക്കാരുടെ കോട്ടയിലാണ് എത്തിച്ചേർന്നിരുന്നത്. യഹൂദികളുടെ കൂട്ടത്തിലെ അബൂജഹലായിരുന്നു ഹുയയ്യ്. ബനു ഖുറൈലക്കാരുടെ നേതാക്കളിൽ ഒരാളായിരുന്ന കഅബ് ബിൻ ഉസൈദ് സംഭവം ഗൗരവാവഹമായ ആപത്തിലേക്ക് നീങ്ങിത്തുടങ്ങിയപ്പോൾ അയാൾ ആ യഹൂദികളോട് ഇപ്രകാരം പറഞ്ഞു: യഹൂദരെ, സംഭവം ഈ നിലയിൽ എത്തിക്കഴിഞ്ഞു. ഇതിൽ നിന്ന് രക്ഷ നേടുവാൻ 3 മാർഗങ്ങളാണ് ഞാൻ കാണുന്നത്. ആ 3 മാർഗങ്ങളും ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അവയിൽ നിന്ന് യുക്തമെന്ന് തോന്നുന്ന ഒരു മാർഗം നിങ്ങൾ സ്വീകരിക്കുക. 1. നമുക്ക് മുഹമ്മദ് നബിയെ തുടരാം. കഅബിൻ്റെ ഈ അഭിപ്രായം അവർ സ്വീകരിച്ചില്ല. തൗറാത്തല്ലാത്ത മറ്റൊരു മതം തങ്ങൾക്ക് സ്വീകാര്യമല്ല, അവർ തീർത്തു പറഞ്ഞു. അപ്പോൾ കഅബ് 2ാമത്തെ മാർഗം അവതരിപ്പിച്ചു: നമ്മുടെ സ്ത്രീകളെയും കുട്ടികളെയും നമ്മുടെ വാളുകൾക്ക് തന്നെ ഇരയാക്കാം. അങ്ങനെ ആദ്യം കുടുംബഭാരം ഇല്ലാതാക്കാം. അതിനുശേഷം മൂർച്ചയുള്ള വാളുകളേന്തിക്കൊണ്ട് അവരെ നമുക്ക് നേരിടാം. ആ യുദ്ധത്തിൽ നാം നശിക്കുകയാണെങ്കിൽ നശിക്കട്ടെ, അഥവാ ജയിച്ചെങ്കിൽ ഭാര്യമാരെയും മക്കളെയും വീണ്ടും ഉണ്ടാക്കാമല്ലോ. ഈ അഭിപ്രായവും അവർ സ്വീകരിച്ചില്ല. നമുക്ക് പ്രിയപ്പെട്ടവരെ കൊന്ന ശേഷം നാം എന്തിന് ജീവിക്കുന്നുവെന്ന ഒരു ചോദ്യമായിരുന്നു അവരിൽ നിന്നുണ്ടായ പ്രതികരണം. കഅബ് 3ാമത്തെ മാർഗവും അവരുടെ മുമ്പിൽ വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞു: നാളെ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച നാം യുദ്ധത്തിനിറങ്ങുമെന്നവർ കരുതുന്നില്ല. ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യാദൃച്ഛികമായി രംഗത്തിറങ്ങി നമുക്ക് ഒരു മിന്നൽ യുദ്ധം നടത്താം. അങ്ങനെ ചെയ്താൽ അവരെ തുരത്താൻ സാധിക്കും. ഈ അഭിപ്രായം അവർ സ്വീകരിച്ചില്ല. ശനിയാഴ്ച തെറ്റ് ചെയ്തവർക്കുണ്ടായ അനുഭവങ്ങൾ കേട്ടറിഞ്ഞതു തന്നെ മതി, ഞങ്ങൾ അതിന് തയ്യാറില്ല എന്നവർ മറുപടി പറഞ്ഞു. ഈ സന്ദർഭത്തിൽ അംർ ബിൻ സഅദി എന്ന യഹൂദി മറ്റൊരഭിപ്രായം മുമ്പിൽ വെച്ചു: അവർക്ക് ജിസിയ എന്ന കപ്പം നൽകിക്കൊണ്ട് യഹൂദികളായി തന്നെ നമുക്ക് ജീവിക്കാം. ഈ അഭിപ്രായം അവർ സ്വീകരിക്കുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, അവർക്ക് കപ്പം കൊടുത്ത് ജീവിക്കുന്നതിനേക്കാൾ ഉത്തമം മരിക്കലാണ് എന്നവർ മറുപടി നൽകി. ഉപരോധം കൊണ്ട് പൊറുതിമുട്ടിയ യഹൂദികൾ 25 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നബ്ബാസ് ഇബ്നു ഖൈസി എന്ന ആളെ മധ്യസ്ഥനെന്ന നിലക്ക് തിരുമേനിയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. ബനു നദീർ ഗോത്രം ചെയ്ത പോലെ പടയങ്കികളും ആയുധങ്ങളും ഭവനങ്ങളും ഉപേക്ഷിച്ച് ഓരോ വീട്ടുകാരും ഓരോ ഒട്ടകത്തിന് ചുമക്കാവുന്ന സാധനങ്ങൾ എടുത്ത് നാട് വിട്ടുകൊള്ളാമെന്നും അതിനു തങ്ങളെ അനുവദിക്കണമെന്നും നബ്ബാസ് തിരുമേനിയോട് അഭ്യർത്ഥിച്ചു. തിരുമേനി ആ അഭ്യർത്ഥന സ്വീകരിച്ചില്ല. സാമാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് വെറും കൈയോടെ നാട് വിടുവാൻ അനുവദിക്കണമെന്ന് നബ്ബാസ് വീണ്ടും അഭ്യർത്ഥിച്ചു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിധിക്ക് വഴങ്ങിക്കൊണ്ട് ഇറങ്ങുവാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങിക്കൊള്ളുക എന്ന് തിരുമേനി മറുപടി നൽകി. നബ്ബാസ് തിരിച്ചുപോയി. യഹൂദികളുടെ ഭയം മൂർച്ഛിച്ചു. ജീവന് രക്ഷയില്ലെന്നവർക്ക് തോന്നിത്തുടങ്ങി. അപ്പോഴാണ് ഔസ് ഗോത്രക്കാരനായ റിഫായത്ത് ബിൻ മുൻദിറുൽ അൻസാരിയെക്കുറിച്ച് അവർക്ക് ഓർമ്മ വന്നത്. അദ്ദേഹം ബനു ഖുറൈലക്കാരുടെ സുഹൃത്തും ഇടപാടുകാരനുമായിരുന്നു. അബൂ ലബാബത്തിനെ തങ്ങളുടെ അടുക്കൽ അയച്ചു കൊടുപ്പാനായി യഹൂദികൾ അഭ്യർത്ഥിച്ചു. ആ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് തിരുമേനി അദ്ദേഹത്തെ കോട്ടക്കകത്ത് അയച്ചു കൊടുത്തു. അദ്ദേഹം കോട്ടക്കകത്തെത്തിയപ്പോൾ സ്ത്രീകളും കുട്ടികളുമടക്കം യഹൂദികൾ ആകമാനം കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ചുറ്റിക്കൂടുകയും തങ്ങളെ രക്ഷിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. കഅബ് ബിൻ അസദ് അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു: സ്നേഹിത, ഞങ്ങൾ കനത്ത അപകടത്തിലകപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ കണ്ണീരിൽ കുതിർന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് ഞങ്ങളെ വിടുന്നില്ലല്ലോ. ഞങ്ങൾ ഈ നാടും വീടും വിട്ടു പോയിക്കൊള്ളാമെന്നും വെറും കൈയോടെ പോയിക്കൊള്ളാമെന്നും മുഹമ്മദിനെ അറിയിച്ചു. മുഹമ്മദ് അനുവദിച്ചില്ല.
മുഹമ്മദിൻ്റെ ആജ്ഞയ്ക്ക് വഴങ്ങി കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങണമെന്നാണ് മുഹമ്മദ് പറയുന്നത്. അങ്ങനെ ഇറങ്ങുവാൻ ഞങ്ങൾക്ക് ധൈര്യം പോരാ. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഞങ്ങൾ ഇറങ്ങട്ടെയോ? ഇറങ്ങിക്കൊള്ളുക എന്ന് അബൂലബാബ് അവരോട് പറഞ്ഞു. അതോടൊപ്പം ഇറങ്ങിയാൽ കൊന്നുകളയുമെന്ന് ആംഗ്യം കൊണ്ട് സൂചന നൽകുകയും ചെയ്തു. ഗത്യന്തരമില്ലെന്ന് വന്നപ്പോൾ തിരുമേനിയുടെ വിധിക്ക് വഴങ്ങിക്കൊണ്ട് ബനൂ ഖുറൈലക്കാർ കോട്ട തുറന്ന് പുറത്തിറങ്ങി. അവരുടെ എണ്ണം 750 ആയിരുന്നെന്നും 800 ആയിരുന്നെന്നും 900 ആയിരുന്നെന്നും 1000 ആയിരുന്നെന്നും പക്ഷാന്തരമുണ്ട്. അവരെല്ലാം തന്നെ ബന്ധനസ്ഥരാക്കപ്പെട്ടു. കൈനുക്ക ഗോത്രക്കാരുമായി സൗഹൃദ കരാർ ചെയ്തിരുന്ന ഖസ്റജ് ഗോത്രക്കാർ അഭ്യർത്ഥിച്ചപ്പോൾ നാട് വിട്ടു പോയിക്കൊള്ളുവാൻ കൈനുക്ക ഗോത്രക്കാർക്ക് താങ്കൾ അനുമതി നൽകിയ പോലെ ഞങ്ങളുമായി സൗഹൃദ കരാർ നടത്തിയിട്ടുള്ളവർക്കും നാട് വിട്ടു പോയിക്കൊള്ളുവാൻ താങ്കൾ അനുമതി നൽകണമെന്ന് ഔസ് ഗോത്രക്കാർ തിരുമേനിയോട് അഭ്യർത്ഥിച്ചു. തിരുമേനി അഭ്യർത്ഥന സ്വീകരിച്ചില്ല. അപ്പോൾ ഔസ് ഖസ്റജ് ഗോത്രക്കാർ പോലും അവരെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ടു. മറ്റു ഗോത്രക്കാരെ പറഞ്ഞയച്ച പോലെ അവരുടെ സ്വത്തും മുതലൊക്കെ പിടിച്ചെടുത്തിട്ട് ജീവൻ മാത്രം അവർക്ക് വിട്ടുകൊടുക്കണമെന്ന മനുഷ്യത്വപരമായ ആവശ്യം മുഹമ്മദിൻ്റെ അനുയായികളായിരുന്ന ഔസ് ഖസ്റജ് ഗോത്രക്കാർ, അതായത് മദീനക്കാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. മുഹമ്മദ് അതും അംഗീകരിച്ചില്ല. അവസാനം മുഹമ്മദ് ഒരു നാടകത്തിലൂടെ ഒരു വിധി പ്രഖ്യാപിക്കുകയാണ്. ഇവരിൽ പ്രായപൂർത്തിയായ എല്ലാ പുരുഷന്മാരെയും വധിക്കുക, സ്ത്രീകളെയും കുട്ടികളെയും യുദ്ധത്തടവുകാരാക്കി അടിമകളാക്കുക, ഇവരുടെ സ്വത്തുക്കൾ യുദ്ധമുതലുകളായി കണ്ടെടുക്കുക, ഇവരുടെ വീടുകൾ മുഹാജിറുകളായ സഹാബിമാരുടെ വസതികൾ ആക്കുക. അള്ളാഹുവിൻ്റെ വിധി തന്നെ താങ്കൾക്ക് വിധിച്ചതെന്നും കഴിഞ്ഞ രാത്രി ഒരു മലക്ക് ഇതാണ് അള്ളാഹുവിൻ്റെ വിധിയെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ടെന്നും തിരുമേനി സഅദോട് പറയുകയുണ്ടായി. അപ്പോൾ ഇത് അള്ളാഹിൻ്റെയും മലക്കിൻ്റെയും വിധിയായിരുന്നു, ആ വിധി തന്നെയാണ് ഞാൻ നടപ്പിലാക്കുന്നത് എന്ന് പിന്നീട് പറയുകയും, കണ്ടുകിട്ടുന്ന മുതലുകൾ മുഴുവൻ ശ്രദ്ധിക്കുക, കണ്ടുകിട്ടുന്ന വീടുകളും മുതലുകളും ഒക്കെ മുഹാജിറുകൾക്ക് ആയിരിക്കും. പിന്നീട് ബനൂ ഖുറൈലക്കാരുടെ കോട്ടക്കകത്തുള്ള ആയുധങ്ങളും സ്വത്തുക്കളും കണ്ടെടുപ്പാൻ തിരുമേനി കൽപ്പിച്ചു. 1500 വാളുകൾ, 300 പടയങ്കികൾ, 2000 ചവളങ്ങൾ, 500 പരിചകൾ, അനേകം വീട്ടുപാത്രങ്ങൾ, ധാരാളം മറ്റു സാധനങ്ങൾ എന്നിവയും കുതിരകൾ, ആടുമാടുകൾ, ഒട്ടകങ്ങൾ എന്നിവയും പിടിച്ചെടുത്തു. ഈ സാധനങ്ങളോടൊപ്പം യഹൂദരുടെ വകയായുള്ള ഈത്തപ്പനകളും പിടിച്ചെടുത്തു. ഈ വസ്തുക്കളെയും ബന്ധനസ്ഥരാക്കപ്പെട്ട ആളുകളെയും ആദ്യം 5 ഓഹരിയായി ഭാഗിച്ചു. തിരുമേനിയുടെ ഹിതമനുസരണം വിനിയോഗിക്കാവുന്ന ഓരോഹരി മാറ്റിവെച്ച ശേഷം 4 ഓഹരി സഹാബിമാർക്ക് പങ്കിട്ടു കൊടുത്തു. അതിനുശേഷം തിരുമേനി മദീനയിലേക്ക് തിരിച്ചു. മദീനയുടെ ഹൃദയഭാഗത്ത് കുറേ കുഴികൾ കുഴിച്ചുണ്ടാക്കുവാൻ കൽപ്പിച്ചു. ധാരാളം കുഴികൾ ഉണ്ടാക്കപ്പെട്ടു. കൊലശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ കൊന്നു കുഴിച്ചിടുവാനാണ് ആ കുഴികൾ നിർമ്മിക്കപ്പെട്ടത്. തടവുകാർ ആ കുഴികളുടെ അടുത്തേക്ക് ഹാജരാക്കപ്പെട്ടു. ഹുയയ്യ് ബിൻ അഖ്തബിനെ വധിപ്പാനായി കുഴിക്കരികെ കൊണ്ടുവന്നപ്പോൾ അയാളോട് തിരുമേനി ചോദിച്ചു, ഹേ അള്ളാഹുവിൻ്റെ ശത്രു, ഇപ്പോൾ അള്ളാഹു നിങ്ങളെ എനിക്ക് വിധേയനാക്കി തന്നില്ലേ? ബനൂ ഖുറൈലക്കാരിൽ വധശിക്ഷ നടത്തുന്ന കാര്യത്തിൽ ഔസ് ഗോത്രക്കാർക്ക് ഭിന്നാഭിപ്രായമില്ലെന്ന് തെളിയിപ്പാൻ അവരിൽ നിന്ന് ചിലരെ വധം നടപ്പിലാക്കാനായി നിയോഗിച്ചു. കൊല്ലപ്പെടേണ്ടവർ മുഴുവൻ സന്ധ്യയാകുമ്പോഴേക്ക് കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 600-നും 700-നും ഇടയിലായിരുന്നു. അവരുടെ ശവങ്ങൾ കൊണ്ട് നിറഞ്ഞ കുഴികൾ മണ്ണിട്ടു മൂടി. ബയാന എന്ന ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടു. ആയിഷ പറയുന്നു, ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ബനൂ ഖുറൈലക്കാരായ പുരുഷന്മാരെ തകർത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഗോത്രക്കാരിയായ ഒരു യുവതി എൻ്റെ വീട്ടിൽ കയറി വന്ന് ഉല്ലാസപൂർവ്വം ചിരിച്ചുകൊണ്ട് എന്നോട് സംസാരിച്ചു തുടങ്ങി. ആ സ്ത്രീയുടെ ചിരിയിലും സംഭാഷണത്തിലും സന്തോഷം മുറ്റി നിന്നു. അപ്പോൾ പുറത്തു നിന്ന് ബയാന ബയാന എന്ന് വിളിക്കുന്നത് കേട്ടു. എന്നെയാണ് വിളിക്കുന്നത്, കൊല്ലാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് പോയി. അവൾ കൊല്ലപ്പെട്ടു. അടുത്ത നിമിഷത്തിൽ തന്നെ കൊല്ലുമെന്നുറപ്പായിരുന്നിട്ടും അവൾക്ക് സന്തോഷത്തോടു കൂടി ചിരിപ്പാനും സംസാരിക്കാനും കഴിഞ്ഞതിൽ ഞാൻ അത്ഭുതപ്പെട്ടു. ഈ വായിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അൻസാറുകളായിട്ടുള്ള മദീനക്കാർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു മുഹമ്മദ് കാണിച്ചു കൊണ്ടിരുന്ന ഈ കൊടും ക്രൂരതകളിൽ എന്ന് തന്നെയാണ്. അവസാനം അതിൻ്റെ ഒരു പ്രതിഫലം എന്ന നിലക്ക് ഈ ബനൂ ഖുറൈലക്കാരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തത് മുഹമ്മദ് അവർക്ക് അവകാശം നൽകാതെ മുഹാജിറുകൾക്ക് അവരുടെ വീടുകളായിട്ട് ഭാഗിച്ചു കൊടുത്തു എന്നും ഇതിനകത്ത് നിന്ന് നമ്മൾ വായിച്ചു. അവസാനം അവരെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ അവരുടെ കഴുത്ത് വെട്ടുന്ന ജോലിയിൽ ഈ അൻസാറുകളെയും അതുപോലെ മദീനക്കാരെയും മുഹമ്മദ് ബോധപൂർവം ഉൾപ്പെടുത്തി. എന്തിനു വേണ്ടിയാണെന്ന് ഇവിടെ പറഞ്ഞു. അവർക്കിതിലൊന്നും എതിർപ്പില്ല എന്ന് മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടി. എത്ര ക്രൂരനായിരുന്നു മുഹമ്മദ് എന്നാലോചിക്കുക. ഇയാളെയാണ് ഈ അധ്യായത്തിൽ ഉസ്വത്തുൻ ഹസനത്തുൻ, ഉത്തമ മാതൃക എന്ന് വിശേഷിപ്പിക്കുന്നത്.
ഇതൊക്കെയാണ് മനുഷ്യരാശി ലോകാവസാനം വരെ ഉത്തമ മാതൃകയായി സ്വീകരിക്കേണ്ട കാര്യങ്ങളെങ്കിൽ ഈ ലോകം ഒരു ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലല്ല, സമ്പൂർണ്ണമായും ഒരു പിശാചിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് കരുതേണ്ടി വരും. ഈ മുഹമ്മദ് അടക്കം ഈ ദൂതന്മാരെന്ന് പറഞ്ഞ് വന്നവരൊക്കെ പിശാചിൻ്റെ ദൂതന്മാരാണെന്നും ഈ മതങ്ങളൊക്കെ പിശാചുണ്ടാക്കിയതാണ് എന്നും വിശ്വസിക്കേണ്ടി വരും. അതല്ല എങ്കിൽ ഇതൊക്കെ ഗോത്ര മനുഷ്യരുടെ അന്നത്തെ കാലത്തെ രാഷ്ട്രീയ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി അവർ കാട്ടിക്കൂട്ടിയ കുതന്ത്രങ്ങളും കോപ്രായങ്ങളും തോന്നിവാസങ്ങളും മാത്രമാണ് എന്നും ഈ വെളിപാടുകളൊന്നും ദൈവത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അദൃശ്യ ശക്തിയുടേതോ അല്ല എന്നും സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇതിലേതാണ് ശരിയെന്ന് സാമാന്യ യുക്തിക്ക് വിട്ടുകൊണ്ട് ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത വാക്യം മുതൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം.